നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. തമിഴ് വെട്രി കഴകം എന്ന പേരിലാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. 2026 ஆமாண்ணா. தப்பு முக்கியம் பிகிலு என் உடம்பு தோல உங்க காலுக்கு செருப்பா தச்சு போட்டா கூட நண்புகீடாது. நான் சாகுற வரைக்கும் ஒண்ணு மட்டும் என்னால நிச்சயமா செய்ய முடியும். அது உங்களுக்கு உண்மையா இருக்கு. எனக்கு ஒரு குட்டி ஆசை என்னன்னா, எதிர்காலத்துல எங்க நல்லது நடந்தாலும் அது நம்ம பசங்க தான் பண்ணிருப்பாங்க. ആ ഒരു ധാരണ ഉള്ളതുകൊണ്ടാവും ഒരു പുതിയ ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് വെക്കണം എന്ന് വന്നിട്ടായിരിക്കും. വിജയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വിശ്വാസവും. നമുക്ക് എല്ലാവർക്കും കൊടുത്ത ചാൻസ് പോലെ വിജയ്ക്ക് ഒരു ചാൻസ് കൊടുക്കണം. അങ്ങേര് വലിയ സ്റ്റാറാണ്. നമുക്ക് ആർക്കാർക്കും കൊടുത്ത ചാൻസ്. അപ്പോൾ വിജയ് അപ്പം ആ രാജ്യത്തിലേക്ക് ഇറങ്ങി ഈ സിനിമയിൽ നിന്ന് വന്ന ആൾക്കാർ വിജയിച്ചത് ആൾക്കാർ കുറവാണ്. അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? വിജയ് ഇപ്പൊ രാജ്യത്തിലേക്ക് വന്നത് എന്റെ അഭിപ്രായത്തിൽ പുള്ളി ഒരു വലിയ ആക്ടർ ആയിരുന്നു, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരുന്നു. പുള്ളിയുടെ മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല ടാലന്റഡ് ആക്ടർ തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ പുള്ളി രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാല് അത് പുള്ളിയുടെ ചോയ്സ് ആണ്. ഇത് പുള്ളി ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനത്തെ ആക്ടിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു ധാരണ ഉള്ളതുകൊണ്ടാവും ഒരു പുതിയ ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് വെക്കണം എന്ന് വന്നിട്ടായിരിക്കും. സോ ഒരു നല്ലൊരു സ്റ്റെപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഓക്കെ, മൂവീസിന് പോവും, അതൊക്കെ കുറച്ച് നല്ല മൂവീസ് കാണാൻ പറ്റുന്നതൊക്കെ നടക്കപ്പെടും. ബട്ട് സ്റ്റിൽ ഒരു ചേഞ്ച് വരുത്തണം എന്ന് വെച്ചിട്ടായിരിക്കും പുള്ളി പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിയത്. സോ ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് ചോയ്സ്. ഇപ്പം പിന്നെ രണ്ടാമതാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ. ഇപ്പം ഇത് ഇങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ പറഞ്ഞു വന്നിട്ട് രാഷ്ട്രീയ കയറുമ്പം ചില ആൾക്കാരുടെ മൈൻഡൊക്കെ മാറും. സോ അതിൽ നിന്ന് ഇപ്പം വിജയിച്ചാലും ഇത് നടപ്പിലാവും എന്നുള്ളൊരു വിശ്വാസം. ഈ പൊളിറ്റിക്സില് വിജയ് അത് ഓക്കെ, അതിപ്പോ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതെപ്പോഴും ഒരു പോസിറ്റീവോടെ മുമ്പോട്ട് പോവാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഓക്കെ, അത് വിജയിക്കുന്ന തന്നെ വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ബിക്കോസ് എന്തായാലും പുള്ളി ഒരു നല്ല ചേഞ്ച് വരുത്തുന്ന വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ഓക്കെ നല്ലത് വരും വിശ്വസിക്കാനാണ്. ഓക്കെ, ഇപ്പം ജയലളിത ആയിരുന്നാലും MGR ആയിരുന്നാലും അങ്ങനെ ഓരോരുത്തരെ സിനിമയിൽ നിന്ന് വിജയകാന്ത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. സോ വിജയിച്ച അങ്ങനത്തെ ആൾക്കാരിൽ ജയിച്ചവർ വന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ജയിച്ച ആൾക്കാർ വളരെയധികം കുറവാണ്. അത് സംബന്ധിച്ച് വിജയ് ഇപ്പൊ വന്നത് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതെ, അതിനെ പറ്റിയിട്ട് ഓക്കെ, എനിക്ക് അങ്ങനെ പറയാനായിട്ട് റൈറ്റ് ടൈം ആണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം കറക്റ്റ് ഏജ് ഒക്കെയാണ്. പൊളിറ്റിക്സ് ഇറങ്ങാൻ ഏജ് ഒന്നും ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അതിനെ പറ്റിയിട്ട് കമന്റ്സ് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് വിജയ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ്. ഈ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു കണക്ക് തെറ്റൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കാണും. കാരണം വെച്ചാല് പൊതുവെ എല്ലാവരുടെ ധാരണ എന്ന് പറഞ്ഞാല് ഈ സിനിമാ സ്റ്റാറുകൾ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാല് അത് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വിജയ് സംബന്ധിച്ചിടത്തോളം പുള്ളി നല്ലൊരു ഇതാണ്. വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും. നല്ല ഭരണം തന്നെ കാഴ്ചവെക്കണം. പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ എല്ലാ കാര്യം ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പോസിറ്റീവായിട്ടുള്ള വിശ്വാസമാണ് എല്ലാവർക്കും. അത് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പിന്നീടുള്ള കാര്യമാണ്, നമുക്കത് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവർക്കും വിജയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വിശ്വാസവും പുള്ളിക്കുണ്ട്. അതാണ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റേതായിട്ട് വ്യക്തി. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ വിജയ് പോലുള്ള ഒരു കാൻഡിഡേറ്റിനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലോട്ട് വരും കൂടുതൽ പ്രകടനം. അതെ, ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്ന MGRന് അപ്പുറം ഇപ്പം വിജയ് എന്നാണ് പറയുന്നത്. കാരണം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആരും വിജയിച്ച് വലുതായിട്ടില്ല. ആകെ കൂടി വിജയകാന്ത് MGR ഈ രണ്ടാ വ്യക്തികളെ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് ഇപ്പൊ ജയലളിത വിജയിച്ചിട്ടുണ്ട്. ജയലളിത വന്നിട്ടുണ്ട്. ഇപ്പം സ്റ്റാലിന്റെ മകനും ഉദയന് അതും. പക്ഷെ കാരണം ആൾക്കാർ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണെങ്കിൽ ഇവിടെ എല്ലാ ആൾക്കാർ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം നോക്കിയാണ്
ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ തമിഴ്നാട് അങ്ങനെയല്ല. പക്ഷെ അത് അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലായ്മയല്ല, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വിജയിക്കുമെന്ന് എൻ്റെ വിശ്വാസം. കാരണം സിനിമയിൽ വന്നത് കൊണ്ടല്ല, വിജയിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വിജയ് വന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. പുള്ളി തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പുള്ളിയെ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. പുള്ളി എല്ലാ കാര്യം നല്ല കാര്യം ചെയ്തത്. വിജയകാന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിജയകാന്ത് ആയിരുന്നാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം പബ്ലിക്കിന്റെ ഉണ്ട്. ഇപ്പം ഫിലിം സ്റ്റാർ ആകുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാൻഡിഡേറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വിജയ് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ സ്റ്റാലി ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു തമിഴ്നാട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് വരും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ചേട്ടാ പേരോ? രാകേഷ്. വിജയ് എന്ന് വെച്ചാൽ അത് ആക്ടറാണ്. പക്ഷെ ആക്ടർ ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് നല്ലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും രാഷ്ട്രീയത്തിൽ വന്നാലും എൻ്റെ അഭിപ്രായം പുള്ളി ചെയ്യും. അതാണ്. എന്ത് ചെയ്താലും നമുക്ക് നല്ലത് ചെയ്യുകയാണെങ്കിൽ ആരായിരുന്നു നമുക്ക് ഹീറോ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്ത് എടുത്താലും നമുക്ക് നല്ലത് ചെയ്യാനാണ് നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് ആര് വന്ന് മതം ചെയ്താലും അവർ നൽകും നമുക്ക് ബെസ്റ്റ് തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇപ്പം ഒരുപാട് സേവനങ്ങളും കാര്യങ്ങളൊക്കെ വിജയ് ഇപ്പൊ നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു ഭരണത്തിൽ വന്നാൽ പോലും നന്നായിട്ട് പ്രവർത്തിക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൊടുത്ത ചാൻസ് പോലെ വിജയ്ക്കും ഒരു ചാൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ അങ്ങേര് വലിയ സ്റ്റാറാണ്. നമുക്ക് ആർക്കാർക്ക് കൊടുത്ത ചാൻസ്. അപ്പോൾ വിജയ് അങ്ങേർക്കും ഒരു ചാൻസ് കൊടുത്താലേ അങ്ങേറെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ചേട്ടാ പിന്നീട് അതുപോലെ തന്നെ ജയലളിത, MGR, ദെൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആൾക്കാർ. അപ്പൊ വിജയിച്ച ആൾക്കാരെന്ന് പറയുന്നത് വളരെ ചുരുക്കം. അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ വിജയ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ വിജയം കൈവരിക്കാൻ ചാൻസ് ഉണ്ടോ, അതോ വീണ്ടും സിനിമയിലേക്ക് മടങ്ങാൻ തന്നെ ചാൻസ് ഉണ്ടാവുന്നതാണ് അഭിപ്രായം? നമ്മള് ബേസിക്കലി ഞങ്ങളുടെ തമിഴ്നാടാണ്, ബോർഡറാണ്, കൊടിയൂരൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ഫുള്ളും ഇപ്പം എല്ലാരും പ്രതീക്ഷിക്കുന്ന വെച്ച് MGRന്റെ ആட்சி എന്നാണ് പറയുന്നത്. അങ്ങേറെ ഭരണമാണ്. അപ്പോൾ അങ്ങേര് ഇരുന്നപ്പോ പടം നടിച്ചിട്ടുണ്ട്, ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്, പൊളിറ്റിക്സിലുമുണ്ട്, രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പുള്ളിക്കാരൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് അങ്ങേര് ഇപ്പോഴും അങ്ങേരുടെ വാക്ക് MGR എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോ വിജയും അതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങേര് ഇപ്പോഴും പൊളിറ്റിക്സ് ആകട്ടെ സിനിമാറ്റിക് ആകട്ടെ എല്ലാം ഓക്കെ ആവും. അല്ലെങ്കിൽ എല്ലാരും പോലെ ഞങ്ങൾ ഇത് ചെയ്യാം അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അങ്ങേറെ എന്നുവെച്ചാൽ ആക്ടിങ് ഉള്ള ഇമേജും പോകും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആവും. എല്ലാം നല്ലത് ചെയ്താലും ചേട്ടാ പേരെന്ന് പറയാം? ലിജു. എന്താന്ന് വെച്ചാല് വീട്ടിൽ ഞാൻ പണ്ട് പോലെ സൂര്യഫാനാ, കുഞ്ഞിനെ പോലെ ചെറുപ്പം പോലെ കണ്ടു പോകുന്ന സൂര്യാണ്. എന്തായാലും സൂര്യയായിട്ടൊരു കട്ട കയറിയ വിജയാണ്. ചേട്ടന് അപ്പം തോന്നുന്നുണ്ടോ വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാലും നല്ല കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ എല്ലാം? എനിക്ക് രാഷ്ട്രീയ തോന്നുന്നില്ല. തോന്നല്ല അതിന്റെ കാര്യമില്ല എനിക്ക് തോന്നുന്നില്ല. അഭിനയത്തിൽ മാത്രം നിന്നാൽ മതി. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു രാഷ്ട്രീയം അത്യാവശ്യം നമ്മുടെ സ്റ്റാലിനാണ് നല്ല രീതിയിൽ തമിഴ്നാട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ ഒരു ദളപതി വേറെ ചെയ്യേണ്ട കാര്യമില്ല, എക്സ്ട്രാ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇത് തമിഴ്നാട് അത്യാവശ്യം നല്ല സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ചെയ്യുന്നുണ്ട്. ഇപ്പം വിജയ് ഇറങ്ങിയിട്ട് ചെയ്യുമായിരിക്കും, അത് പുള്ളി ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഒരു പുള്ളി ഒരു നല്ല രീതിയിൽ നിൽക്കുമ്പോഴത്തേനും അടുത്ത ചെയ്യാതിരിക്കോ അത് പുള്ളി ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് ഒന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, നന്നായിട്ട് സംസാരിച്ചേട്ടാ. വൈബൻസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ പറഞ്ഞേക്കേ, വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനലിന്റെ പേര് വൈബൻസ് ആണ്. അപ്പൊ വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ ആൾക്കാരും ഈ വൈബൻസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാം.